ലണ്ടനിലെ പ്രശസ്തമായ തെരുവുകളിലെ ഫാഷൻ സ്റ്റോറുകളിൽ ഇനി മെയ്ഡ് ഇൻ ഇന്ത്യ ടാഗുള്ള വസ്ത്രങ്ങൾ കൂടുതൽ സജീവമാകും. ഒപ്പം ബ്രിട്ടീഷ് തെരുവോരങ്ങളിൽ വരെ ഇന്ത്യൻ സുഗന്ധവ്യഞ്ജനങ്ങളും കടൽ വിഭവങ്ങളും കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാകും. മറുവശത്ത് ഇന്ത്യൻ നഗരങ്ങളിലെ ആഡംബര ഷോറൂമുകളിൽ പ്രീമിയം ബ്രിട്ടീഷ് കാറുകളും സൂപ്പർ മാർക്കറ്റുകളിലെ ഷെൽഫുകളിൽ യഥാർത്ഥ ലണ്ടൻ ചോക്ലേറ്റുകളും സ്കോച്ച് വിസ്കിയും മുൻപത്തേക്കാൾ ആകർഷകമായ വിലയിൽ ലഭിക്കും. കേവലം സങ്കല്പമല്ല ഇത്. ചരിത്രപരമായ ഇന്ത്യ UK സ്വതന്ത്ര വ്യാപാര കരാർ ഔദ്യോഗികമായി പ്രാബല്യത്തിൽ വന്നതോടെ യാഥാർത്ഥ്യമാകാൻ പോകുന്ന പുതിയ നയതന്ത്ര വ്യാപാര വിപ്ലവമാണിത്. 2025 ജൂലൈ 25 ലണ്ടനിൽ ഒപ്പുവെച്ച ഈ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഇക്കഴിഞ്ഞ ബുധനാഴ്ച മുതൽ പൂർണ്ണതോതിൽ നടപ്പിലായതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക അതിരുകൾ ഒരു പരിധിവരെ ഇല്ലാതാവുകയാണ്. സാധാരണക്കാരായ ഉപഭോക്താക്കൾക്കും ചെറുകിട കർഷകർക്കും നെയ്ത്തുകാർക്കും വരെ വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് ഏറ്റവും വേഗത്തിൽ അനുഭവപ്പെടുന്ന മാറ്റം വിലക്കുറവായിരിക്കും. ബ്രിട്ടനിൽ നിന്നും വലിയ തോതിൽ നികുതി നൽകി ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തിരുന്ന ഉൽപ്പന്നങ്ങളുടെ വില ഇനി ഗണ്യമായി കുറയും. കാറുകൾ, പ്രീമിയം സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, ചോക്ലേറ്റുകൾ എന്നിവയ്ക്ക് പുറമെ ആഗോളതലത്തിൽ തന്നെ ഏറ്റവും വലിയ ഡിമാൻഡുള്ള സ്കോച്ച് വിസ്കിക്കും നികുതി ഇളവിന്റെ ഗുണം ലഭിക്കും. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഇന്ത്യയുടെ ആഗോള വ്യാപാര ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ നാഴികക്കല്ലാണ്. നിലവിൽ UK ഭാരതത്തിന്റെ 5ാമത്തെ വലിയ കയറ്റുമതി പങ്കാളിയാണ്. എന്നാൽ UK-യിൽ നിന്നുള്ള ഇന്ത്യയുടെ ഇറക്കുമതി വെറും 1% മാത്രമായി ഒതുങ്ങുന്നു. ഈ കരാർ പ്രാബല്യത്തിൽ വരുന്നതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര രംഗത്ത് വലിയ സന്തുലിതാവസ്ഥ കൈവരിക്കാൻ സാധിക്കും. വ്യവസായ രംഗത്തെ പ്രമുഖനായ വയാര ഗ്രൂപ്പ് പ്രസിഡന്റ് കൗശൽ സമ്പത്ത് ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ ഈ കരാറിന്റെ യഥാർത്ഥ വിജയം കിടക്കുന്നത് ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതിക്ക് ലഭിക്കുന്ന വൻ ഇളവുകളിലാണ്. UK-യിലേക്ക് പോകുന്ന 99% ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കും ഇനി മുതൽ യാതൊരുവിധ നികുതിയും നൽകേണ്ടതില്ല. യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും ചൈനയിൽ നിന്നുമുള്ള കടുത്ത മത്സരത്തെ മറികടന്ന് ബ്രിട്ടീഷ് വിപണി കൈയടക്കാൻ ഇത് ഇന്ത്യൻ വ്യാപാരികൾക്ക് വലിയ കരുത്താകും. പ്രത്യേകിച്ച് ദശലക്ഷക്കണക്കിന് സാധാരണക്കാർക്ക് തൊഴിൽ നൽകുന്ന വസ്ത്രനിർമ്മാണം, പരമ്പരാഗത തുകൽ വ്യവസായം, കാർഷിക മേഖല, ഫാർമസ്യൂട്ടിക്കൽസ് എന്നിവയ്ക്ക് ഈ നികുതി ഇളവ് വൻ കുതിപ്പേകും. ഇന്ത്യയിലെ സൂക്ഷ്മ, ചെറുകിട, ഇടത്തരം സംരംഭകർക്ക് തങ്ങളുടെ ബിസിനസ് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താനും ബ്രാൻഡ് ചെയ്യാനും ലഭിക്കുന്ന സുവർണ അവസരമായിട്ട് നമുക്കിതിനെ കാണാൻ സാധിക്കും. കേവലം ചരക്ക് നീക്കത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഈ കരാർ. IT, സാങ്കേതികവിദ്യ, വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങി സകല മേഖലകൾക്കും ഇതോടെ പുതിയ വാതിലുകൾ തുറക്കപ്പെടും. UK-യിൽ നിന്നുള്ള വൻതോതിലുള്ള നിക്ഷേപങ്ങൾ ഇന്ത്യയിലേക്ക് ഒഴുകിയിരുന്നതോടെ രാജ്യത്ത് 10,000 പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും എന്നാണ് കണക്കാക്കുന്നത്. കോവിഡ് കാലത്തിന് ശേഷമുള്ള ആഗോള സാമ്പത്തിക മാന്ദ്യത്തിനിടയിലും ഇന്ത്യയുടെ മാനുഫാക്ചറിംഗ് രംഗത്ത് ഇരട്ട എഞ്ചിൻ കരുത്ത് നൽകാൻ ഈ പുതിയ വ്യാപാര കരാറിന് സാധിക്കും. ചുരുക്കത്തിൽ ഡൽഹിയും ലണ്ടനും തമ്മിലുള്ള ഈ ആത്മബന്ധം കേവലം ഫയലുകളിൽ മാത്രം ഒതുങ്ങുന്നതല്ല, മറിച്ച് വരും നാളുകളിൽ ഓരോ ഭാരതീയൻ്റെയും നിത്യജീവിതത്തിലും രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന പുതിയൊരു യുഗപ്പിറവിയാണ്.